എപ്പിസോഡ് ഓപ്പണിംഗ് സീനില് ആ ലോഡ് കു അവനാണെങ്കിൽ ഇപ്പോ ആ ഡോക്ടറുടെ ഹാർട്ട് അത് അവന്റെ ബോഡിയിൽ ഫിക്സ് ചെയ്ത് അവിടേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മുടെ ആൾക്കാരാണെങ്കിൽ അതുകൊണ്ട് ഷോക്കാവും. അടുത്ത നിമിഷം നമ്മുടെ ആൾക്കാര് അവര് വമ്പൻ ആക്ഷനൊക്കെ ഇട്ട് ഇപ്പൊ ലോഡ് കുവായിട്ട് ഏറ്റുമുട്ടാൻ തുടങ്ങും. കട്ട് ചെയ്താ ഇവിടെ സെക്കി അവനാണെങ്കിൽ മാസ്റ്റർ ഒണോക്കിയും തൂക്കിയെടുത്ത് ഇപ്പൊ ബാറ്റിൽ നടക്കുന്ന സ്ഥലത്തേക്ക് വരും. ഒണോക്കിക്കാണെങ്കിൽ അവിടെ നടക്കുന്ന ഫൈറ്റ് അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത് സോൾവ് ചെയ്യാൻ നോക്കിക്ക് മാത്രമേ കഴിയൂന്ന്. ഒണോക്കിക്കാണെങ്കിൽ ഓൾറെഡി തീരെ വയ്യ. പക്ഷെ എങ്കിലും ആള് വിട്ടുകൊടുക്കാതെ അവിടേക്ക് നടന്നെടുക്കും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ ലോഡ് കു അവനാണെങ്കിൽ അവന്റെ പവറൊക്കെ ഉപയോഗിച്ച് ഇച്ചികയെ ലോക്ക് ചെയ്യാണ്. എന്നിട്ട് ബൊറൂട്ടോയ്ക്ക് നേരെ തിരിഞ്ഞ് അവൻ ബൊറൂട്ടോട് പറയും, നിങ്ങൾ കരുതിയത് ഞങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട് മീച്ചിക ഇവനെ കമ്പൽ ചെയ്ത് കൂട്ടിക്കൊണ്ടു വന്നു എന്നല്ലേ? ആക്ച്വലി ഞങ്ങൾ ഇവനെ തട്ടിക്കൊണ്ടു വന്നതല്ല. അവനെ പോലെയും ഞങ്ങളെപ്പോലെയുള്ള ആൾക്കാരെ കണ്ടെത്തി അവരുടെ കൂടെ ജീവിക്കാൻ അവനായിട്ട് തീരുമാനിച്ച് ഞങ്ങളോടൊപ്പം വന്നതാണ്. ബൊറൂട്ടോ ആണെങ്കിൽ ഇപ്പൊ അത് കേട്ട് ഷോക്കായി മീച്ചികയെ നോക്കും. മീച്ചിക തല താഴ്ത്തി അങ്ങനെ നിൽക്കാണ്. ആ ഗ്യാപ്പിൽ ലോഡ് കു അവൻ വീണ്ടും ഇപ്പൊ പാർട്ടിക്കൽ സ്റ്റൈൽ അറ്റാക്ക് അത് ക്രിയേറ്റ് ചെയ്യും. ആ ലോഡ് കു അവൻ ആ വലിയ പവർ എടുത്ത് ഇപ്പൊ ബൊറൂട്ടോയ്ക്ക് നേരെ വലിച്ചെറിയും. അത് ബൊറൂട്ടോയ്ക്ക് നേരെ അങ്ങനെ തെറിച്ചു വരുന്ന കണ്ട സാറഡ അവള് ചാടി വീണ് ബൊറൂട്ടോയെ രക്ഷിക്കും. അതേസമയം മീച്ചിക അവനവന്റെ സേജ് പവറിലേക്ക് പോയി ആ ഒരു ബാരിയർ അത് തകർത്ത് പുറത്തേക്ക് വരാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ ലീഫ് വില്ലേജിന്റെ മാൻഷൻ കാണിക്കും. അവിടെ ഷിക്കമരുവും നറൂട്ടോയും അങ്ങനെ ഒരുപാട് പേരൊക്കെ കൂടിച്ചേർന്ന് ഇപ്പൊ കാര്യമായിട്ട് എന്തൊക്കെയോ ആലോചിക്കുകയാണ്. സ്റ്റോൺ വില്ലേജിലേക്ക് പോയി ഈ ഒരു പ്രശ്നം അതെങ്ങനെ പരിഹരിക്കാം എന്നായിരിക്കും അവർ ചിന്തിക്കുക. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത ആ മാൻഷന് പുറത്ത് വസാബി അവനാണെങ്കിൽ ടീമും പറയുന്ന കാര്യങ്ങള് അതെല്ലാം തന്നെ ഒളിച്ചിരുന്ന് കേൾക്കാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇവാബ ഇപ്പോ ബാക്കിയുള്ള സ്റ്റുഡൻസിന് അടുത്തേക്ക് വരും. അവൻ അവരോട് പറയും, ലോർഡ് സെവൻത്ത് അദ്ദേഹം ഇപ്പോ ആ സ്റ്റോൺ വില്ലേജിലേക്ക് പോവാണ്. നമുക്കും ആ വില്ലേജിലേക്ക് പോയി ബൊറൂട്ടോയെ രക്ഷപ്പെടുത്താം. അതിന് ബാക്കിയുള്ളവർ പറയും, നമുക്ക് അവിടേക്ക് പോകാനുള്ള പെർമിഷൻ അത് കിട്ടിയിട്ടില്ല. സോ പെർമിഷൻ ഇല്ലാതെ അവിടേക്ക് പോയാൽ തീർച്ചയായിട്ടും നമ്മളും വലിയ അപകടത്തിൽ ചെന്ന് ചാടാൻ സാധ്യതയുണ്ട്. അപ്പൊ അതേസമയം ഇവിടെ നറൂട്ടോ ആണെങ്കിൽ സ്റ്റോൺ വില്ലേജിലേക്ക് പോകാൻ തയ്യാറായി കഴിഞ്ഞു. അവൻ ഷിക്കമരുവിനോട് യാത്ര പറഞ്ഞ് ഗ്രാമത്തിന് പുറത്തേക്ക് പോകാൻ ഒരുങ്ങുമ്പോഴായിരിക്കും നമ്മുടെ സ്റ്റുഡൻസ് അവരിപ്പോ നറൂട്ടോയുടെ അടുത്തേക്ക് വന്ന് പറയും, പ്ലീസ് ദയവ് ചെയ്ത് ഞങ്ങളെ കൂടെ കൊണ്ടുപോകണം. ഞങ്ങളുടെ ഫ്രണ്ട്സിനെ തിരികെ പിടിക്കേണ്ടത് ഞങ്ങളുടെ കൂടെ റെസ്പോൺസിബിലിറ്റിയാണ്. സോ നിങ്ങൾ ഞങ്ങളെ അതിനനുവദിക്കണം. ഷിക്കമരു നറൂട്ടോ ആണെങ്കിൽ അത് കേട്ട് ഷോക്കാവും. നറൂട്ടോ ആണ് തീർത്തു പറയും, അയ്യോ വേണ്ട വേണ്ട, അത് വലിയ അപകടമാണ്. ഒരിക്കലും എനിക്ക് നിങ്ങൾ അവിടേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് ഇപ്പൊ നറൂട്ടോ കടന്നു പോവും. അവരാണെങ്കിൽ ഷിക്കമരുവിനെ നോക്കും. ഷിക്കമരു ഒന്നും പറയാതെ മുഖം തിരിഞ്ഞു നിൽക്കും. കട്ട് ചെയ്ത ഇവിടെയാണെങ്കിൽ മീച്ചികയും ലോഡ് കുവും അവർ രണ്ടുപേരും വമ്പൻ ആയുധങ്ങളൊക്കെ എടുത്ത് പൊരിഞ്ഞ അട്ടിയിടി ഫൈറ്റ്. മറ്റൊരു ഭാഗത്ത് ബൊറൂട്ടോയും സാറഡയും അവർ രണ്ടുപേരും ഇപ്പൊ കല്ലുകൾക്കടയിൽ ലോക്കായി കിടക്കുകയാണ്. നമ്മളിനി എങ്ങനെ പുറത്തു വരും, എന്താ ചെയ്യാന്ന് പറഞ്ഞ് അവർ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുമ്പോഴായിരിക്കും സാക്ഷാൽ സെക്കി അവിടേക്ക് വന്ന് അവന്റെ പവറുകളൊക്കെ ഉപയോഗിച്ച് ആ കല്ലുകൾ മുഴുവൻ പെറുക്കി മാറ്റുക. അടുത്ത നിമിഷം ബൊറൂട്ടോ അവൻ ഒണോക്കയും തൂക്കിയെടുത്ത് സാറഡയുമായി അവിടുന്ന് മുൻപോട്ട് പോവാണ്. ഇവിടെ മീച്ചികയും ലോഡ് കുവും അവർ നിർത്താതെ ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ലോഡ് കൂ ആണെങ്കിൽ ഇപ്പം മീച്ചികയെ പിടിച്ചു വലിച്ച് അവന്റെ കൈയൊക്കെ വെട്ടിയെറിയാണ്. ഉടനെ ഒണോക്കി ആളിപ്പോ അവിടേക്ക് വന്ന്, നിർത്തടാ നീ, സ്റ്റോപ്പ് ദ ഫക്ക്. ലോഡ് കൂ ആണെങ്കിൽ ഇപ്പൊ ഒണോക്കി കണ്ട് ഷോക്കാവും. പക്ഷെ അടുത്ത നിമിഷം തന്നെ അവന്റെ മാസ്റ്റർ ആയിട്ടുള്ള ഒണാക്കയെ ഇപ്പൊ അറ്റാക്ക് ചെയ്യാണ്. അതിനുശേഷം ആ ലോഡ് കൂ അവൻ പാർട്ടിക്കൽ സ്റ്റൈൽ പവർ ഉപയോഗിച്ച് അവിടെ ഒരു പാസേജ് ക്രിയേറ്റ് ചെയ്യും. അതിലൂടെ വമ്പം ഫോഴ്സിൽ വെള്ളം ഒഴുക്കി ഇപ്പൊ ബൊറൂട്ടോയെ ആ അലയിൽ മുൻപോട്ട് കൊണ്ടുപോകും. ഇവിടെ ഒണോക്കി ആണെങ്കിൽ ബോധം കെട്ട് പഴയ ഇമാജിനേഷനിലേക്ക് പോവും. പണ്ട് ഹൊക്കാഗയോട് കൂടെ അവൻ സംസാരിച്ച കാര്യങ്ങളെല്ലാം തന്നെ ആൾ ഓർക്കാണ്. അപ്പൊ സാറഡ ഒണോക്കിയെ തട്ടി ഉണർത്തി ഇപ്പോ എഴുന്നേപ്പിക്കും. അതേസമയം മറ്റൊരു ഭാഗത്ത് ഇപ്പൊ മീച്ചിക അവൻ ബൊറൂട്ടോയെ രക്ഷിച്ച് ഒണോക്കി മാസ്റ്റർ അടുത്തേക്ക് കൊണ്ടുവരും. ബൊറൂട്ടോ ഒരുപാട് സ്നേഹത്തില് അവനെ ചേർത്ത് പിടിച്ച് അവന്റെ ഹെഡ് ബാൻഡ് ഇപ്പൊ അവന്റെ കയ്യിൽ കൊടുക്കും. നമ്മുടെ മുൻപിൽ സമയമില്ല, എത്രയും വേഗം ഈ പ്രോബ്ലം അത് സോൾവ് ചെയ്യണമെന്ന് പറഞ്ഞ് അവര് വീണ്ടും ഇപ്പൊ ഫൈറ്റിന് തയ്യാറെടുക്കും. അതിനുശേഷം ടീം 7 അവരിപ്പോ പഴയതുപോലെ ആക്റ്റീവായി ലോഡ് കൂവിന് നേരെ തിരിഞ്ഞ് വമ്പൻ ആയുധങ്ങളൊക്കെ എടുത്ത് പൊരിഞ്ഞ അട്ടിയടി ഫൈറ്റ്. ലോഡ് കൂ ആണെങ്കിൽ വീണ്ടും വീണ്ടും അവന്റെ പാർട്ടിക്കൽ സ്റ്റൈൽ അറ്റാക്ക് അത് ഉപയോഗിച്ചു കൊണ്ടേയിരിക്കും. ഇവിടെ മീച്ചികയും ബൊറൂട്ടോയും സാറഡയും അവരാണെങ്കിൽ റെസ്റ്റൻ ഗൺ പവറും സേജ് പവറും ഗ്രീങ്ങം പവറൊക്കെ ഉപയോഗിച്ച് കമ്പൈൻ ചെയ്ത്
അവന്റെ ഓരോ അറ്റാക്കിനെയും പ്രതിരോധിക്കും. ഫൈറ്റിന്റെ അവസാനം ബൊറൂട്ടോ അവൻ രസങ്ങൺ പവർ ക്രിയേറ്റ് ചെയ്ത് ലോർഡ് കോവിന്റെ ഹാർട്ടില് ആഞ്ഞൊരടി. ആ ഒരു അടിയില് ഇപ്പൊ കോവിന്റെ ഹാർട്ട് അത് തകർന്നു പോവാണ്. പക്ഷെ അവൻ അപ്പോഴും തോറ്റു കൊടുക്കാൻ തയ്യാറാവില്ല. അവൻ വീണ്ടും വലിയ സൈസില് പാർട്ടിക്കിൾ സ്റ്റൈൽ പവർ അത് ക്രിയേറ്റ് ചെയ്യും. അതായിരിക്കും ഒരു വമ്പൻ ട്വിസ്റ്റ്. സാക്ഷാൽ ഒണോക്കി ആളാണെങ്കിൽ ഇതിലും വലിയൊരു പാർട്ടിക്കിൾ സ്റ്റൈൽ പവർ അത് ക്രിയേറ്റ് ചെയ്ത് അവന് നേർക്ക് വരികയാണ്. ആ ഒരു വലിയ അറ്റാക്കില് ലോർഡ് കോ അവ മുഴുവനായിട്ടും തകർന്നു പോവും. അതുപോലെ തന്നെ ഒണോക്കിക്കും ഒരുപാട് പരിക്കൊക്കെ പറ്റി വളരെ അവശനായി ഇപ്പൊ താഴേക്ക് വീഴാണ്. അതിനുശേഷം ആള് ബൊറൂട്ടോടെ കൈപിടിച്ച് അവനെ സമാധാനിപ്പിച്ച് അവിടെ മരിച്ചു പോവാണ്. കറക്റ്റ് ടൈം നമ്മുടെ നറൂട്ടോയും ടീമും അവിടേക്ക് എത്തും. കൊനാമാരു ആണെങ്കിൽ മീറ്റ്സുകയെ കണ്ട് അവനെ ഹഗ് ചെയ്യും. അതിനുശേഷം മീറ്റ്സുകയെയും ബൊറൂട്ടോയെയും സാറഡയെയും അവരെല്ലാവരെയും കൂട്ടിക്കൊണ്ടുപോവാൻ അവരുടെ ഫ്രണ്ട്സ് മുഴുവൻ അവിടേക്ക് എത്തിക്കഴിഞ്ഞു. മീറ്റ്സുക അതുകൊണ്ട് ഹാപ്പിയായി കൈ മുകളിലേക്ക് ഉയർത്തും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ബൊറൂട്ടോയും ടീമും അവരിപ്പോ ഗ്രാമത്തിലേക്ക് തിരികെ പോവാണ്. ബൊറൂട്ടോയ്ക്കാണെങ്കിൽ അവന്റെ ഏറ്റവും വലിയ വിഷമം ഒണോക്കിയുടെ ഫ്യൂണറൽ ചടങ്ങ് അതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല എന്നതാണ്. മാത്രമല്ല മീറ്റ്സുകയെ ഒരു ബോക്സിൽ അടച്ച് നറൂട്ടോ സേഫാക്കി വെച്ചിരിക്കുകയാണ്. ബൊറൂട്ടോ വീണ്ടും എല്ലാ കാര്യങ്ങളും ഓർത്ത് ഒരുപാട് വിഷമത്തില് മുൻപോട്ട് ട്രാവൽ ചെയ്ത് പോവും. അതേസമയം നമ്മുടെ ഷിക്കയുടെ ടീം അവരാണെങ്കിൽ ആ മരിച്ചുപോയ ആനിമല് അതിന് ഒരു കുഴിയൊക്കെ ഉണ്ടാക്കി അതിൽ കുഴിച്ചിട്ട് അതിന് മുൻപിൽ നിൽക്കും. അതിനുശേഷം അവരും അടുത്ത സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ കയറി ഗ്രാമത്തിലേക്ക് പോവാണ്. കട്ട് ചെയ്ത ഇപ്പൊ സ്റ്റോൺ വില്ലേജ് കാണിക്കും. അവിടെ മാസ്റ്റർ ഒണോക്കിയുടെ ഫ്യൂണറൽ ചടങ്ങ് നടക്കുകയാണ്. അക്കസുജിക്കാണെങ്കിൽ അത് സഹിക്കാനാവില്ല. അവൻ അങ്ങനെ കരഞ്ഞ് അദ്ദേഹത്തിന്റെ കല്ലറയിലേക്ക് നോക്കി നിൽക്കും. ചികാഗെ ആണെങ്കിൽ ഇപ്പൊ പുറകിലേക്ക് തിരിഞ്ഞു നോക്കും. ആ ഗ്രാമത്തിലെ ജനങ്ങളെല്ലാവരും ഒണോക്കി മരിച്ച വാർത്ത അറിഞ്ഞ് ഒരുപാട് ദുഃഖത്തിൽ ആഴ്ന്നിരിക്കുകയാണ്. ഒണോക്കിയുടെ ലെഗസിയിലാണ് ആ ജനങ്ങളെല്ലാവരും ഇത്രയും കാലവും അടിയുറച്ച് വിശ്വസിച്ചിരുന്നത്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ നമ്മുടെ ബൊറൂട്ടോ അവൻ വീട്ടിലേക്ക് തിരികെ എത്തിയിരിക്കുകയാണ്. അവനെ കാണേണ്ട താമസം ഹേമാവരെയും ഹിനട്ടയും അവർ രണ്ടുപേരും അവനെ ചേർത്ത് പിടിച്ച് ഹഗ് ചെയ്യും. അതുപോലെ തന്നെ ഇവിടെ സാറഡയെയും സാക്കുറ അവള് ചേർത്ത് പിടിക്കും. കട്ട് ചെയ്ത നെക്സ്റ്റ് ഡേ നറൂട്ടോയും ഷിക്കമരുവും അവർ രണ്ടുപേരും ബൊറൂട്ടോയെയും സാറഡയെയും ആക്ഷനിലേക്ക് വിളിക്കും. നറൂട്ടോ അവരോട് പറയും, നിങ്ങൾ രണ്ടുപേരും പെർമിഷൻ ഇല്ലാതെ ഗ്രാമത്തിൽ നിന്ന് പുറത്തേക്ക് പോയി. നിങ്ങളുടെ ഗനീൻ പട്ടം അത് തിരികെ മേടിക്കാനാണ് നിങ്ങളെ രണ്ടുപേരെ ഇവിടേക്ക് വിളിച്ചു വരുത്തിയത്. പക്ഷെ ബൊറൂട്ടോയ്ക്കാണെങ്കിൽ അതിൽ യാതൊരു പ്രയാസവും ഉണ്ടാവില്ല. അവന്റെ ചിന്ത അത് മീറ്റ്സിയെ കുറിച്ച് മാത്രമാണ്. നറൂട്ടോ പറയും, മീറ്റ്സിയെ എന്തായാലും ഇപ്പൊ റിലീസ് ചെയ്യാനായിട്ട് കഴിയില്ല. അവനെ കുറിച്ച് ഒരുപാട് ഇന്റൽസ് ഇനി കളക്ട് ചെയ്യാനുണ്ട്. എല്ലാം കഴിഞ്ഞതിന് ശേഷം അവനെ അക്കാദമിയിലേക്ക് തന്നെ തിരികെ അയക്കും. നിങ്ങളിപ്പോ കൂടുതലൊന്നും ആലോചിക്കേണ്ട. നിങ്ങളുടെ രണ്ടുപേരുടെയും ആ ഹെഡ് ബാൻഡ് അത് അഴിച്ചു വെച്ച് ഇവിടുന്ന് പോണം. ബൊറൂട്ടോയ്ക്കാണെങ്കിൽ അത് കേട്ട് ഭയങ്കര വിഷമാവും. പക്ഷെ സാറഡ അവൻ ആശ്വസിപ്പിച്ച് രണ്ട് ഹെഡ് ബാൻഡ് ഊരിയെടുത്ത് ഇപ്പൊ ടേബിളിൽ വെച്ച് കടന്നു പോവാണ്. കട്ട് ചെയ്ത ചായയും കൊനാമരവും അവർ രണ്ടുപേരും ഇപ്പൊ മീറ്റ്സുകയോട് ഒരുപാട് ചോദ്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. അവരാരായിരുന്നു, നീ എന്തിനാണ് അവിടേക്ക് പോയത്, നിന്റെ ലക്ഷ്യം അതെന്തായിരുന്നു എന്നിങ്ങനെ ഒരുപാട് ചോദ്യങ്ങള് സായി ഇപ്പോ അവനോട് ചോദിക്കും. അതിന് മീറ്റ്സുകയാണെങ്കിൽ എല്ലാത്തിനുള്ള ഉത്തരം പുള്ളി വിടാതെ കൃത്യമായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കും. അതേസമയം ഇവിടെ ബൊറൂട്ടോയും സാറഡയും അവർ രണ്ടുപേരും ഒരുപാട് വിഷമത്തില് ബ്രിഡ്ജിലേക്ക് വരും. സാറഡ പറയും, ഇനി ടീം 7ന്റെ അവസ്ഥ അതെന്തായിരിക്കും. നമ്മുടെ ടീമിലെ മീറ്റ്സുകയെ നമുക്കിപ്പോ താൽക്കാലികമായി നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇനി നമ്മൾ എങ്ങനെ മുൻപോട്ട് പോകും? മാത്രമല്ല എനിക്ക് തോന്നുന്നത് മീറ്റ്സുകയെ തിരികെ അവന്റെ ഗ്രാമത്തിലേക്ക് തന്നെ അയക്കുമെന്നാണ്. ഇനി ഒരിക്കലും മീറ്റ്സുകയെ നമുക്ക് തിരികെ കിട്ടില്ല. അത് കേട്ട് ബൊറൂട്ടോ അവൻ ഒരുപാട് വിഷമത്തില് വീട്ടിലേക്ക് വരികയാണ്. മീറ്റ്സിയെ കുറിച്ച് തന്നെ ചിന്തിച്ച് ഇപ്പൊ ബെഡിൽ കിടക്കും. ഉടനെ ബൊറൂട്ടോ ആണെങ്കിൽ ഇപ്പൊ ഒരു ഇല്യൂഷനിലേക്ക് പോവും. ഇല്യൂഷനിൽ ആ റെഡ് സ്നേക്ക് അതിപ്പോ ബൊറൂട്ടോയുടെ മുൻപിലേക്ക് വന്ന് നമ്മുടെ കോൺട്രാക്ട് അത് അവസാനിച്ചിരിക്കുന്നു, മീറ്റ്സിയെ നിനക്ക് തിരികെ കിട്ടി, സോ എനിക്ക് പോവാൻ സമയമെന്ന് പറഞ്ഞ് അതിപ്പോ അവിടുന്ന് കടന്നു പോകും. കട്ട് ചെയ്ത ബൊറൂട്ടോ അവൻ പതിയെ കണ്ണു തുറക്കും. അപ്പൊ അവന്റെ തൊട്ടു മുൻപില് സാക്ഷാൽ സാറഡ ബൊറൂട്ടോട് പറയും, ബൊറൂട്ടോ നമുക്ക് എത്രയും പെട്ടെന്ന് ഇൻവെസ്റ്റിഗേഷൻ റൂം അവിടേക്ക് പോകണം. കാരണം മീറ്റ്സുക അവൻ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞ് അവളാണെങ്കിൽ അവനെയും കൂട്ടി ഡയറക്റ്റായി ഇൻവെസ്റ്റിഗേഷൻ റൂമിലേക്ക് വരും. അപ്പോഴായിരിക്കും അവിടെയുള്ളവർ പറയാ, മീറ്റ്സുകയോ അവൻ ഓൾറെഡി അവന്റെ ഗ്രാമത്തിലേക്ക് തിരികെ പോയല്ലോ, ഇവിടെ ഇപ്പോ ആരുമില്ല, ഞങ്ങളെപ്പോലുള്ള കുറച്ച് ഓഫീസേഴ്സ് മാത്രമേ ഓഫീസിലുള്ളൂ. ഉടനെ ബൊറൂട്ടോയും സാറഡയും ഇപ്പൊ അവനെ തേടി ആ ഗ്രാമം മുഴുവൻ കയറി ഇറങ്ങി അന്വേഷിക്കുകയാണ്. കട്ട് ചെയ്ത
മീറ്റ്സിക. അവനാണെങ്കിൽ സെക്കയ്ക്ക് വേണ്ടി ഒരു കല്ലറ ഉണ്ടാക്കും. അതിനുശേഷം അവൻ സെക്കയോട് പറയും, ഐ എം സോറി, ഞാനാണ് ഇതിനെല്ലാം കാരണക്കാരൻ. സോ ഞാനിപ്പോ എന്റെ വില്ലേജിലേക്ക് തന്നെ തിരികെ പോവാണ്. അപ്പൊ കറക്റ്റ് ടൈം ബൊറൂട്ടോ അവനിപ്പോ മീറ്റ്സിയെ കണ്ടുപിടിക്കും. അവൻ ഓടി മീറ്റ്സികയുടെ അടുത്ത് വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച് അവനെ കൂട്ടിക്കൊണ്ടുപോകും. അതിനുശേഷം അവർ സ്ട്രെയിറ്റ് ആയിട്ട് സാറയുടെ അടുത്തേക്ക് വരും. ഫീസ്റ്റ് ബോംബൊക്കെ അടിച്ച് ടീം 7 അത് വീണ്ടും അവർ ബിൽഡ് ചെയ്തെടുക്കുകയാണ്. കട്ട് ചെയ്ത ഒറോച്ചിമാറു അവനാണെങ്കിൽ ഇപ്പൊ വലിയ മീറ്റ്സികയോട് പറയും, നിന്റെ ബ്രദർ അവൻ ശരിക്കും മെച്ചോർഡായിരിക്കുകയാണ്. അവന്റെ ഈ ഒരു ഗ്രോത്തില് എനിക്ക് അഭിമാനം തോന്നുന്നു. അതിനാ വലിയ മീറ്റ്സിക്ക് പറയും, അതെ എനിക്കും അവനെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. പക്ഷെ അതുപോലെ തന്നെ പേടിയുള്ള മറ്റൊരു കാര്യം, മരിച്ചുപോയി എന്ന് കണക്കാക്കപ്പെട്ട ആ ഒരു സയന്റിസ്റ്റ്, അദ്ദേഹത്തിന്റെ ബോഡി മാത്രം ഇതുവരെ ആർക്കും ക്രൈം സ്പേസിൽ നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ബൊറൂട്ടോയും മീറ്റ്സികയും സാറയുടെയും അവർ ടൗണിലൂടെ നടന്നു പോകും. ഒണോക്കി മാസ്റ്റർ അദ്ദേഹം മരിച്ച ന്യൂസ് ആയിരിക്കും ടിവിയിൽ ഓടിക്കൊണ്ടിരിക്കുക. ആ ന്യൂസ് ഒക്കെ കണ്ട് ഒരുപാട് വിഷമിച്ച് അവര് നദിക്കരയിലേക്ക് വരും. അപ്പൊ നദിയിൽ ഒരു കല്ല് അതങ്ങനെ വെട്ടിത്തിളങ്ങുന്ന കണ്ട ബൊറൂട്ടോ അവനിപ്പോ ആ കല്ലിനെ ലക്ഷ്യമാക്കി ഓടും. അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത ഇപ്പൊ മാങ്ഷനിലേക്ക് ഫിജുഗാഗ നടന്നു വരികയാണ്. ഫിജുഗാഗയെ കാണുമ്പോൾ തന്നെ നറൂട്ടോയ്ക്ക് ഒരുപാട് സന്തോഷാവും. ഫിജുഗാഗ പറയും, താങ്ക് യു വെരി മച്ച്. ആക്ച്വലി നിങ്ങളുടെ ഗ്രാമത്തിലെ കുട്ടികൾ അവരാണ് വലിയൊരു ആപത്തിൽ നിന്ന് ഞങ്ങളുടെ ഗ്രാമത്തെ രക്ഷിച്ചത്. അതിന് നിങ്ങളോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. നിങ്ങൾക്ക് എപ്പോഴും ഞങ്ങളുടെ ഗ്രാമത്തിലേക്ക് കടന്നു വരാം, ഞങ്ങൾ എപ്പോഴും നിങ്ങളോട് കടപ്പെട്ടവരായിരിക്കും എന്ന് പറഞ്ഞ് അവർ തിരികെ പോവും. അത് കേൾക്കുമ്പോൾ ഇപ്പൊ നറൂട്ടോയ്ക്കും ഒത്തിരി അഭിമാനം തോന്നും. അവനാണെങ്കിൽ തിരികെ മേടിച്ച അവരുടെ ഹെഡ് ബാൻഡ് അത് ബൊറൂട്ടോയ്ക്കും മീറ്റ്സികയ്ക്കും സാറയ്ക്കും തിരികെ കൊടുത്ത് അവരെ പുതിയ മിഷന് വേണ്ടി പറഞ്ഞയക്കുകയാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഇപ്പൊ മീറ്റ്സികയുടെ വീട് കാണിക്കും. അവിടെ ബൊറൂട്ടോയുടെയും ടീം 7ന്റെയും ഒരുപാട് ഫോട്ടോസ് അതങ്ങനെ സൂം ചെയ്ത് കാണിക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.